തിരുവോണത്തിൻ്റെ തലേന്ന് രാത്രിയാണ് ഇത്. അങ്ങനെ ഞാനും എൻ്റെ അനിയത്തിയും കൂടെ പൂവൊക്കെ എടുത്ത് സെറ്റാക്കി സിനിമയൊക്കെ കണ്ടുകൊണ്ട് അതിൻ്റെ ഇടയിലാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ അമ്മയാണ് അത്തം ഇട്ടത്. അമ്മ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അമ്മയുടെ ഇഷ്ടത്തിൻ്റെ ഡിസൈനൊക്കെ വരച്ച് അങ്ങനെ അത്തം ഇട്ട് സ്റ്റാർട്ട് ചെയ്തു. അത്തത്തിൻ്റെ ഈ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ തന്നെ എനിക്ക് ഉറക്കം വന്ന് ഞാൻ പോയി കിടന്നുറങ്ങി കേട്ടോ. അങ്ങനെ ബാക്കി അമ്മ ഒറ്റയ്ക്കാണ് ഇട്ടത്. അങ്ങനെ കിടന്നുറങ്ങി. രാവിലെ എണിച്ച് അടുക്കളയിൽ അമ്മയെ നോക്കി പോയപ്പോൾ കണ്ടത് പായസം തിളയ്ക്കണായിരുന്നു. അങ്ങനെ ഓടി ഒന്ന് ഫോൺ എടുത്തുകൊണ്ട് പോയി അതിന് വീഡിയോ എടുത്തു. ഇതാണ് നമ്മുടെ അത്തത്തിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതിനുശേഷം നമ്മളെല്ലാവരും കൂടെ കുളിച്ച് റെഡിയായി കോവിലാണ് പോയത്. ഞാനും അമ്മയും അച്ചും മാമിയും പിള്ളേരും കൂടെയാണ് പോയത്. നമ്മൾ ഒറ്റശ്ശേരിമംഗലം മഹാദേവ ക്ഷേത്രത്തിലാണ് പോയത്. കുറേയധികം ദിവസത്തിന് ശേഷം നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചാണ്. അങ്ങനെ നല്ല ഹാപ്പി ആയിരുന്നു. ഇവിടെ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് 2 ശിവപ്രതിഷ്ഠ. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ നിന്നു. ഇത് അവിടുത്തെ അത്തമാണ്. നല്ല വലിയ അത്തമാണ്. എല്ലാ വർഷവും കാണും അത്തം. ഇപ്രാവശ്യം ഊഞ്ഞാലും കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ ഊഞ്ഞാലിലൊന്നും ഇരുന്നില്ല. അത്തത്തിൻ്റെ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം നമ്മൾ അവിടെ തന്നെ നിന്നു കേട്ടോ. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് അവിടെ ബോഞ്ചിക്ക് നിൽക്കുന്നുണ്ടത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയണതെന്ന് പറയണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനുശേഷം നമ്മൾ അമ്മമ്മയുടെ വീട്ടിൽ പോയി. ഇത് അവിടുത്തെ അത്തമാണേ. ഇങ്ങനെ അല്ലായിരുന്നു, പിള്ളേരിങ്ങനെ ആക്കി. പിന്നെ അവിടെ അടപ്പായസത്തിന് വരെ കടലപ്പായസം വെച്ചു. ഇപ്പോഴാണ് അമ്മമ്മ ഒന്ന് മാറ്റി പിടിച്ചത്. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ ഇത് അമ്മമ്മയുടെ അമ്മയാണ്. അങ്ങനെ അമ്മമ്മ എടുത്ത് കുറേ നേരം നിന്നു. അമ്മമ്മ ആദ്യം വിചാരിച്ച ആരെയോ നമ്മൾ വീഡിയോ കോൾ വിളിക്കുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്തു വീഡിയോ കോൾ അല്ല വീഡിയോ ആണെന്ന്. ഇത് അപ്പം തന്ന മഞ്ഞപ്പൊടി എല്ലാ വർഷവും തരും. അങ്ങനെ പിന്നെ അച്ചമ്മയുടെ ഫോട്ടോയ്ക്ക് വെക്കാനും കൂടെ ഒന്ന് തന്നു. അങ്ങനെ അത് അച്ചമ്മയുടെ അച്ചപ്പൻ്റെ ഫോട്ടോയിലൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ നമ്മൾ ഉച്ചയ്ക്കായപ്പം എല്ലാവരും കൂടെ ഒന്ന് സദ്യയൊക്കെ കഴിച്ചിട്ട് കുറേ കൂട്ടാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനും അമ്മയും അച്ചും കൂടെയാണ് ഇരുന്ന് കഴിച്ചത്. പക്ഷേ അച്ഛനെ മിസ് ചെയ്തു. അച്ഛൻ ഇപ്പോൾ നാട്ടിലില്ലല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ, ഹാപ്പി ആണോ?